ഇപ്പോൾ കലാപം ഉണ്ടായ മഹൽ പ്രദേശത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പതിറ്റാണ്ടുകളായി സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്നതാണ്. കലാപം പെട്ടെന്നുണ്ടായതല്ല എന്നതിന് തെളിവായി ഉയർത്തിക്കാണിക്കുന്നത് ആയുധങ്ങളാണ്. ഇരുപക്ഷവും യുദ്ധത്തിനെന്നതുപോലെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായാണ് ഇറങ്ങിയത്. ഇരുവിഭാഗവും നേരത്തെ തന്നെ കോപ്പുകൂട്ടി എന്നതിന്റെ സൂചനയാണ് ഇത്. പക്ഷേ നാഗ്പൂരിലെ പോലീസ് മാത്രം സംഭവിച്ചതൊന്നും അറിഞ്ഞില്ല. പോലീസിനുണ്ടായ വലിയ വീഴ്ചയാണ് ഇപ്പോഴത്തെ അതിക്രമങ്ങൾക്ക് പിന്നിൽ. കലാപത്തിന്റെ ആദ്യഘട്ടത്തിൽ പേരിനു പോലും പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. കലാപം നടക്കട്ടെ എന്ന നിലയിൽ പോലീസ് കണ്ണടച്ചു എന്ന ഗുരുതര കുറ്റത്തിനാണ് മറുപടി ഉണ്ടാകേണ്ടത്. രാവിലെയും വൈകിട്ടുമായി 2 കലാപങ്ങളാണ് നാഗ്പൂരിൽ ഉണ്ടായത്. രാവിലെ ഹിന്ദു വിഭാഗത്തിന്റെ പ്രതിഷേധവും വൈകിട്ട് മുസ്ലിം വിഭാഗത്തിന്റെ പ്രതിഷേധവും. ഇതിനിടയിലുള്ള സമയത്തെങ്കിലും പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ സ്ഥിതി നിയന്ത്രിക്കാമായിരുന്നുവെന്നാണ് പ്രതികരണങ്ങൾ കാണിക്കുന്നത്. ഒരു കലാപവും പെട്ടെന്നുണ്ടാകുന്നതല്ല. കാലങ്ങളായി പുകയുന്ന പ്രശ്നങ്ങളിൽ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നവരാണ് ശരിക്കുള്ള പ്രതികൾ.